പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആർ? എന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ, നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. ഉപദ്യാവ് 1:3. നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നാം സ്വയം അഭിമാനിക്കുന്നവരാകും, അല്ലേ? എന്നാൽ അതോടൊപ്പം നാം അറിയാതെ തന്നെ അഹങ്കാരവും നമ്മിൽ ഉടലെടുക്കുവാൻ സാധ്യതയില്ലേ? നേട്ടങ്ങൾ ഉണ്ടാകുന്നതും അതിൽ അഭിമാനിക്കുന്നതും സന്തോഷിക്കുന്നതും നല്ലത് തന്നെ. എന്നാൽ നാം ഉന്നതരാകുമ്പോൾ മറ്റുള്ളവരെക്കാൾ നാം ഉന്നതരെന്നോ മറ്റുള്ളവർ നമ്മേക്കാൾ താഴ്ന്നവരെന്നോ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ അത് അഹങ്കാരത്തിൻ്റെ ഭാവമാണ്. ഇതോടെ നാം അറിയാതെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് സ്വയം അകലുകയും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ നമ്മുടെ വളർച്ചയും നേട്ടവും മറ്റുള്ളവരെ ഹീനരായി കാണുന്നതിനല്ല, മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെ വിത്തുകൾ മുളച്ചിട്ടുണ്ടോ എന്ന് നിരന്തരം ശോധന ചെയ്യേണ്ടതാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഭാവം നമ്മിൽ ഉണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളിക്കളയേണ്ടതാണ്. അല്ലെങ്കിൽ നാം തകർന്നു പോകുമെന്ന് വിസ്മരിക്കരുത്. ആകയാൽ ഉന്നതഭാവം വെടിഞ്ഞ് താഴ്മയോടെ സാമൂഹ്യ നന്മയ്ക്കായി നാം നിർവഹിക്കേണ്ട ശുശ്രൂഷകൾ നിറവേറ്റുവാൻ നമുക്ക് സമർപ്പിതരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.